Question number 5. List all the elements of the following sets. അതിൽ ആദ്യത്തെ സെറ്റാണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഇതാണ് ആദ്യം തന്നിട്ടുള്ള സെറ്റ്. ഈ സെറ്റിലെ എലമെന്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 1, 3, 5, 7, 9, 11 അങ്ങനെ ഒത്തിരി ഉണ്ട്. എൻലെസ് ആണ്. നമുക്ക് എക്സെട്ര ഡിനോട്ട് ചെയ്യാം. അതായത് ഇതാണ് ആ സെറ്റ്. അപ്പോൾ എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ എപ്പോഴും സെറ്റ് കൊടുക്കുക, എ എന്നുള്ള സെറ്റിന്റെ നെയിം കൊടുക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻറ്റീജർ. എക്സ് ഒരു ഇൻറ്റീജറും കൂടിയാണ്. ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2 വലുതുമായിരിക്കണം. അതുപോലെ 9/2 ചെറുതുമായിരിക്കണം. ഈ -1/2 9/2 എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡിജേഴ്സ് അല്ല, ഒരു ഫ്രാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഡെസിമൽസ് ആണ്. നമുക്ക് വേണ്ടത് ഈ രണ്ട് നമ്പേഴ്സിനും ഇടയിലുള്ള ഇൻഡിജേഴ്സിനാണ് വേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ലൈൻ വരച്ച് നോക്കാം. ഇത് 0. ഇത് -1/2 എന്ന് പറഞ്ഞാൽ 0യ്ക്കും 1നും ഇടയിൽ വരുന്ന ഭാഗമാണ് -1/2. അത് കഴിഞ്ഞാണ് 1. അപ്പോൾ ഇതിനേക്കാളും വലുതെന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ആയിരിക്കണം. ഇത് ഗ്രേറ്റർ ദാൻ ആണ്, അപ്പോൾ ഇത് പാടില്ല, ഈ പോർഷൻ ആയിരിക്കണം. പിന്നെ 9/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും. അതായത് നാലര വരും. 4.5 4.5 ആണ് 9/2. അപ്പോൾ 4 ഇവിടെ വരക്കാം. 4നും 5നും ഇടയിലുള്ള ഭാഗമാണ് 4.5. ഈ രണ്ട് നമ്പേഴ്സ് വരാൻ പാടില്ല. ഇതിനേക്കാളും ചെറുതായിരിക്കണം എന്ന് പറഞ്ഞാൽ 4 തൊട്ട് ഇവിടം വരെ ഈ ഭാഗത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇത് ഇൻഡിജേഴ്സ് അല്ല. അപ്പൊ ഇൻഡിജേഴ്സ് വേണമെങ്കിൽ 1/2 മുമ്പുള്ള ഒരേ ഒരു ഇൻഡിജർ 0 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഇൻഡിജേഴ്സ് 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. 4.5 ആണ് 9/2. അപ്പൊ 4.5 എടുക്കാൻ പാടില്ല. 4.5ന് മുമ്പ് വരുന്ന ഇൻഡിജർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഇതാണ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ വരുന്നത്. ബി എന്ന് പറയുന്ന സെറ്റിൽ വരുന്ന നമ്പേഴ്സ് 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും. Third question, c is equal to x is an integer and x square less than or equal to 4. അതായത് എക്സിന്റെ സ്ക്വയർ 4 ആവാം, 4നേക്കാൾ ചെറുതാവാം. ഇങ്ങനത്തെ പോസിബിലിറ്റീസ് വരുന്ന എക്സുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എക്സിന് ആദ്യം 1 ഇട്ട് കൊടുക്കുവാണ്. എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറും 1 സ്ക്വയർ അതായത് 1 തന്നെയാണ്. അതെന്തായാലും 4നേക്കാളും ചെറുതാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 വരും. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4ഉം ആകാം, 4നേക്കാൾ ചെറുതും വരാം. അപ്പോൾ ഇത് ഈക്വൽ ടു 4 ആയത് കാരണം 2 ആണ് എടുക്കേണ്ടത്. 4 എടുക്കരുത്. എക്സിന് എന്തിട്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയത്. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. 2 കിട്ടും. ഇനി 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ 9 ആണ്. അത് 4നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇത് വരില്ല. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ. ഇനി നമുക്ക് 0 ഇട്ട് കൊടുത്താലോ. എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0ന്റെ സ്ക്വയർ 0 തന്നെ. അതെന്തായാലും 4നേക്കാളും ചെറുതാണ്. അപ്പോൾ 0 വരും. ഇനി നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സിന്റെ സ്ക്വയറും പോസിറ്റീവ് തന്നെയാണ്. അപ്പം ഞാൻ -1 ഇട്ട് കൊടുക്കുവാണ്. എക്സ് ഇസ് ഈക്വൽ ടു -1 ഇട്ട് കൊടുക്കുവാണ്. എക്സിന് -1 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1ന്റെ സ്ക്വയർ, അത് +1 ആണ്. അപ്പോൾ +1 4നേക്കാളും ചെറുതാണ്. അപ്പോൾ -1 വരും. അതുപോലെ എക്സിന് -2 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന്റെ സ്ക്വയർ -2ന്റെ സ്ക്വയർ അതായത് +4, അതും ഈക്വൽ ടു 4 ആണ്. -2 വരും. -3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ +9 ആ കിട്ടുക. അത് വരില്ല, +9. അപ്പൊ നമുക്ക് ഇത്രയും കേസുകളേ ഉള്ളൂ. എക്സിന് 1 വരും, 2 വരും, 0 വരും, -1, -2. Fourth question, X is a letter in the word loyal.
ലോയൽ എന്ന വേർഡിലെ ലെറ്റേഴ്സിന്റെ സെറ്റ് ആണ്. അപ്പൊ D ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ലെറ്റർ L എഴുതാം, പിന്നെ O എഴുതാം, Y എഴുതാം, A എഴുതാം. പക്ഷെ വീണ്ടും L എഴുതണ്ട, നമ്മളെല്ലാം ഓൾറെഡി ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇതാണ് സെറ്റ്. ഫിഫ്ത്ത് വൺ, E is equal to X such that X is a month of a year not having 31 days. ഒരു വർഷത്തിലെ മാസങ്ങൾക്ക് 31 ഡേയ്സ് ഇല്ലാത്ത മാസങ്ങളുടെ കളക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ വരും. അത് ഫെബ്രുവരിയിലില്ല, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. സിക്സ്ത് വൺ, F is equal to X such that X is a consonant in the English alphabet which precedes K. അതായത് കൺസണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വവ്വൽസ് അല്ലാത്തവർ. ആൽഫബറ്റ്സിലെ വവ്വൽസും ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും കൺസണൻസ് ആണ്. വവ്വൽസ് അല്ലാത്തവരാണ് നമ്മൾ കൺസോണൻസ് എന്ന് വിളിക്കുക. അപ്പോൾ വവ്വൽസ് അല്ലാത്ത കൺസോണൻസിന്റെ ലിസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, വിച്ച് പ്രസീഡ്സ് കെ. അതായത് കെ പാടില്ല, കേക്ക് തൊട്ട് മുൻപ് വരെ. കെ വരാത്ത കേക്ക് തൊട്ട് മുമ്പ് വരെയുള്ള കൺസോണൻസിന്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എ തൊട്ട് കെ വരെയുള്ള ലെറ്റേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കെ വേണ്ട, കെ മായിച്ചു തുടങ്ങി. ഇനി ഇതിനകത്ത് ഏതൊക്കെയാ വവ്വൽസ്? എ വവ്വലാണ്, അപ്പം എ നമുക്ക് വേണ്ട. ABCD ഈ വവ്വലാണ്, അപ്പോൾ ഈ എഴുതാൻ പാടില്ല. കൺസോണൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ AEI പാടില്ല. അപ്പോൾ ഇതാണ് ലിസ്റ്റ്. BCDFGHG. ഇതാണ് ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദി ഫോളോയിങ് ആണ്. 2 പാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ സെറ്റിന്റെ റോസ്റ്റർ ഫോമും റൈറ്റ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോമും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യത്തെ സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. 1 2 3 6 ആണ്. 4ഉം 5ഉം ഇല്ല. ഇത് ഏതാണ് റൈറ്റ് സൈഡിലുള്ളതിന് മാച്ച് ആയിട്ടുള്ളത്? അതിൽ ഒരു തേർഡ് ഓപ്ഷൻ ഉണ്ട്. X such that X is a natural number and divisor of 6. അതായത് എക്സ് ഒരു നാച്ചുറൽ നമ്പറും ആണ്, 6ന്റെ ഡിവൈസേഴ്സ് ആണ്. 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് ഇവരെല്ലാം. 1 പറ്റും, 2 പറ്റും, 3 പറ്റും, 6 പറ്റും. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിന് മാച്ച് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്തത് സെക്കൻഡ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2ഉം 3ഉം 2ഉം 3 മാത്രമുള്ള ഒരു സെറ്റാണ്. അതിൽ നമുക്ക് ബാക്കിയുള്ള സി പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ഡി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് ഇസ് എ പ്രൈം നമ്പർ. 2ഉം 3ഉം പ്രൈം നമ്പർ ആണ്. ആൻഡ് ഡിവൈസർ ഓഫ് 6. ഇത് 6ന്റെ ഡിവൈസേഴ്സ് അല്ലേ? 2 വെച്ചും 6നെ ഡിവൈഡ് ചെയ്യാം, 3 വെച്ചും 6നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2ഉം 3ഉം 6ന്റെ ഡിവൈസേഴ്സും ആണ്, നാച്ചുറൽ പ്രൈം നമ്പേഴ്സും ആണ്. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഇതിൽ ക്ലിയർ ആണ്. ഇതിപ്പോ മാത്തമാറ്റിക്സ് എന്നുള്ള ഒരു വേർഡിന്റെ ലെറ്റേഴ്സ് എടുത്ത് എഴുതിയിട്ടുള്ളതാണ്. നമുക്ക് ഓപ്ഷനിലുണ്ട് ഓപ്ഷൻ ഡി. ഇറ്റ്സ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബാക്കിയുള്ളത് ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെത്. 1 3 5 7 9 എന്ന് പറഞ്ഞാൽ 1 3 5 7 9 എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഇത് ലെസ് ദാൻ 10, 10ന് താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് ഓപ്ഷൻ ബി. അടുത്ത ടോപ്പിക് ആണ് എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് തന്നെയാണ്. ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ബോയ് പ്രസന്റ്ലി സ്റ്റഡിങ് ഇൻ ക്ലാസ് 11. 11ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് വെച്ചാൽ നമുക്ക് 11ാം ക്ലാസ്സിൽ ഇപ്പോൾ കോമേഴ്സ് ബാച്ച് ഉണ്ടാവും, സയൻസ് ബാച്ച് ഉണ്ടാവും. അതിലെല്ലാ ബോയ്സും വരും. ക്ലാസ് 11ലെ ബോയ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഏത് ചാൻസ് വേണമെങ്കിലും വരാം. അപ്പോൾ എല്ലാ ബോയ്സിനെയും ബോയ്സ് സ്റ്റഡിങ് ഇൻ ക്ലാസ്സസ് 11 നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും ഈ സെറ്റിൽ. ഈ സെറ്റ് ഒന്ന് നോക്കിക്കേ. ബി സച്ച് ദാറ്റ് എക്സ് ഇസ് എ ബോയ് പ്രസന്റ്ലി സ്റ്റഡിങ് ഇൻ ക്ലാസ് 11 and 12. അതായത് 12ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും കൂടി ഒരുമിച്ച് പഠിക്കുന്ന കുട്ടി. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു കുട്ടിക്ക് 11ാം ക്ലാസ്സിലും അറ്റ് എ ടൈം 12ാം ക്ലാസ്സിലും പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സെറ്റിൽ നമുക്ക് എലമെന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല.
ഇങ്ങനത്തെ ഒരു സെറ്റിനെയാണ് നമ്മൾ എം ടി സെറ്റ്, അതായത് ഈ സെറ്റിൽ പ്രത്യേകിച്ച് എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു സെറ്റ് പോസിബിൾ അല്ല. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. സെക്കൻഡ് എക്സാമ്പിൾ, എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, അതായത് എക്സ് ലൈ ചെയ്യുന്നത് 1നും 2വിനും ഇടയിൽ. രണ്ടുപേരുടെയും ഇടയിൽ വരുന്ന ഒരു എക്സുകളുടെ ലിസ്റ്റ്. 1നും ഇടയിലും ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. നമ്പർ ലൈനിൽ നമുക്ക് റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, ഇറാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, ഡെസിമൽസ് ഉണ്ട്. അപ്പോൾ 1നും 2വിനും ഇടയിൽ ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, അപ്പം നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പക്ഷേ എക്സ് ഇസ് നാച്ചുറൽ നമ്പർ, അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. 1ഉം ഒരു നാച്ചുറൽ നമ്പർ ആണ്. 1 കഴിഞ്ഞാൽ അടുത്ത നാച്ചുറൽ നമ്പർ 2 ആണ്. 1ന്റെയും 2വിന്റെയും ഇടയിൽ നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ നാച്ചുറൽ നമ്പേഴ്സ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഈ സി എന്ന് പറയുന്ന സെറ്റില് എലമെന്റ്സ് ആരും ഉണ്ടാവില്ല, ഒന്നുമില്ല, ഒഴിഞ്ഞ സെറ്റാണ്. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ എം ടി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എം ടി സെറ്റിന് നമുക്കൊരു ഡെഫിനിഷൻ എഴുതാം. ഇതാണ് ഡെഫിനിഷൻ. A set which does not contain any elements is called an empty set or null set or void set. ഒരു സെറ്റ്, അത് എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനെയാണ് നമുക്ക് എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. പിന്നെ നൾ സെറ്റ് വോയിഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എം ടി സെറ്റിന് യൂസ് ചെയ്യുന്ന വേറെ പേരുകളാണ്. നൾ സെറ്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഈ സെറ്റ് എങ്ങനെ എഴുതും? ഇത് എം ടി സെറ്റാണ് നമ്മൾ എങ്ങനെ കാണിക്കും? നമുക്ക് ഇപ്പം ഈ സെറ്റ് ആണെങ്കിൽ പോലും എഴുതിയാൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒന്നും ഇല്ല. അപ്പോൾ എം ടി സെറ്റ് ഡിനോട്ട് ചെയ്ത 2 രീതിയിലാണ്. ഡിനോട്ടഡ് ബൈ ഒന്നെങ്കിൽ ഓപ്പൺ കേളി ബ്രാക്കറ്റും ക്ലോസ് കേളി ബ്രാക്കറ്റും ഇട്ട് ക്ലോസ് ചെയ്യുക, ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, ഉള്ളിലൊന്നുമില്ലാതെ. അത് അല്ല എങ്കിൽ ദാ ഇങ്ങനെ വരക്കുക. ഇതിനെയാണ് നമ്മൾ ഫൈ എന്ന് വിളിക്കും. PHI, ഫൈ. ഈ 2 നൊട്ടേഷനും എം ടി സെറ്റിന്റെ നൊട്ടേഷനാണ്. ഫൈ ഇട്ടാൽ ഒരിക്കലും ഫൈൻ്റെ കൂടെ നമ്മൾ ഇതിടാൻ പാടില്ല, ഇത് തെറ്റാണ്. ഫൈ ഇങ്ങനെ മാത്രം, ഓപ്പൺ ബ്രേസസ് ഇല്ലാതെ നമ്മൾ ഇങ്ങനെ മാത്രം ഇട്ടാൽ അത് എം ടി സെറ്റാണ്. അതല്ല എങ്കിൽ ഫൈ എഴുതാതെ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം. അടുത്ത ടോപ്പിക്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. എന്താണ് ഫൈനൈറ്റ് സെറ്റും എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റും എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. 2 സെറ്റ് എടുത്തിട്ടുണ്ട്. A is equal to 1, 2, 3, 4, അതായത് 1 തൊട്ട് 4 വരെയുള്ള നമ്പേഴ്സിന്റെ സെറ്റാണ്. ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4 എലമെന്റ്സ് ആണ് ഈ സെറ്റിലുള്ളത്. ഇതിലോ അടുത്തത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിന് സെറ്റ് ബിൽഡർ ഫോം ആണ്. അപ്പൊ ഇതിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എന്താവും? ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ ആരോ 1, പിന്നെ 2, 3, അങ്ങനെ ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് എക്സെട്രാ ഇങ്ങനെ എന്തോരം വേണേലും എൻഡ്ലെസ്, അവസാനിക്കാതെ പോകുന്ന സെറ്റുകൾ. അതാണ് ഈ 2 സെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഈ സെറ്റിന് ഒരു സ്റ്റാർട്ടിങ് ഒരു എൻഡിങ് ഉണ്ട്. ഈ സെറ്റിന് ഒരു സ്റ്റാർട്ടിങ് ഉണ്ട് പക്ഷെ എൻഡിങ് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ സെറ്റുകളാണ് ഫൈനൈറ്റ്, ഇങ്ങനത്തെ സെറ്റുകളാണ് ഇൻഫൈനൈറ്റ്. ഫൈനൈറ്റ് സെറ്റിനാണ് നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് പറയാം. നമ്പർ ഓഫ് എത്ര മെമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക n of, ഇപ്പൊ A ആണ് സെറ്റെങ്കിൽ n of A, B ആണ് സെറ്റെങ്കിൽ n of B. n of A എന്ന് പറയുന്ന സെറ്റിൽ 1, 2, 3, 4 എലമെന്റ്സ് ആണുള്ളത്. ഫൈനൈറ്റ് സെറ്റിനെ നമുക്ക് എപ്പോഴും നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാം. ഇത് ഇൻഫൈനൈറ്റ് സെറ്റാണ്, ഇതിന് നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്ത ടോപ്പിക്ക് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 സെറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഇത് തന്നെ, A is equal to 1, 2, 3, 4. രണ്ടാമത്തെ സെറ്റ് 1, 2, 3, 4 തന്നെ 3 ആദ്യം എഴുതി, പിന്നെ 1 എഴുതി, പിന്നെ 4 എഴുതിയിട്ട് ഒന്ന് ഓർഡർ റീഅറേഞ്ച് ചെയ്തൊന്ന് എഴുതി. ഈ 2 സെറ്റും ഈക്വൽ ആണോ? 2 സെറ്റ്സ് എപ്പോഴാ ഈക്വൽ ആണെന്ന് പറയുവാന്ന് വെച്ചാൽ, ഫസ്റ്റ് സെറ്റിലെ A, ഒന്നാമത്തെ കാര്യം ഒന്നാമത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആണോ. ഇതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് n of A 1, 2, 3, 4. ഇതിന്റെ n of B അതും 1, 2, 3, 4. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആണ്, എലമെന്റ്സിന്റെ എണ്ണം ഈക്വൽ ആണ്. ഇനി അടുത്ത് നോക്കേണ്ടത് 1 എന്ന് പറയുന്ന നമ്പർ എലമെന്റ് ഈ സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, ഈ സെറ്റിലും 1 ഉണ്ട്. അടുത്ത എയിലെ 2 അത് ഇതിലുണ്ട്. 3 ഉണ്ട് ഇതില്. 4 ഉണ്ട് ഇതിൽ. അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും തന്നെ ബിയിലുണ്ട്. തിരിച്ചു നോക്കിയാൽ ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എയിലും ഉണ്ട്. അപ്പോൾ 2
സെറ്റുകൾ ഈക്വൽ ആകണമെങ്കിൽ എല്ലാ എലമെന്റ്സും ഈക്വൽ ആവണം, നമ്പർ ഓഫ് എലമെന്റ്സും ഈക്വൽ ആവണം. അപ്പൊ നമുക്ക് ഈ രണ്ട് സെറ്റിനെയും ഈക്വൽ സെറ്റ്സ് എന്ന് വിളിക്കാം.